ഹലോ, പ്രൈസ് ലോഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ സന്ധ്യാസമയം നിങ്ങൾക്കവിടെ ചിലപ്പോൾ ടൈം എനിക്ക് വ്യത്യാസം കാണുമായിരിക്കാം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ലോകത്തിൽ എല്ലായിടത്തും ആളുകൾ ഉപവസിക്കുന്ന ഒരു സമയം, ഉപവസിക്കുന്നത്. ചില ആളുകൾ ഉപവസിക്കുന്നത് വിവിധ രീതിയിലുള്ള ഉപവാസമാണ്. മറ്റു മതസ്ഥരുടെ ഉപവാസത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ സമയം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഉപവാസം, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങളുടെ ഉപവാസം എങ്ങനെയുണ്ട്? എത്ര നാളായി ഉപവസിച്ചിട്ട്? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ് ഞാൻ ഉപവസിച്ചാൽ ചത്തുപോകും, പക്ഷേ 1 മിനിറ്റ് പോലും എനിക്ക് ചാപ്പാടടിക്കാതിരിക്കാൻ പറ്റിയല്ല. അവൻ ഉപവാസം ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഉപവാസമില്ലാത്ത ഒരു മനുഷ്യൻ ഈ സ്വന്തം ഈ ആശുപത്രി കിടന്നിട്ടുള്ളവർക്കറിയാമല്ലോ, അവർക്ക് ഈ ഓക്സിജൻ്റെ ട്യൂബ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ട്യൂബിൻ്റെ വള്ളി താഴെ കിടപ്പുണ്ടാവും. ആ വള്ളിയെ കയറി ചവിട്ടി നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? എന്ന് പറഞ്ഞതുപോലെയാണ് ഉപവാസമില്ലാത്ത മനുഷ്യൻ്റെ കാര്യം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഉപവസിച്ചിട്ട് നാളെത്രയായി? ഉപവസിച്ചിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ, തമിഴിൽ എഴുതിയേക്കുന്ന ഈ ജാതി പിശാച് എന്നാണ് എഴുതിയിരിക്കുന്നത്. തമിഴിൽ എഴുതിയേക്കുന്നത് അങ്ങനെയാണ്. കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് ഒരു നേരത്തേക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? മലയാളം ബൈബിളിൽ അങ്ങനെയാണ്. എന്നാൽ മറ്റുള്ള ഭാഷകളിലെല്ലാം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അവസരമുണ്ടാകേണ്ടതിന്. കണ്ടോ? അതെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കുന്നവരും ഉപവസിക്കണം. ഇനി അതിൻ്റെ മെഡിക്കൽ വശം ഞാൻ പറയാം. മെഡിക്കൽ വശം എന്ന് പറയുന്നത്, നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമില്ലാത്ത കൊഴുപ്പും എല്ലാ സംവിധാനവും മാറിപ്പോകും അല്ലേ? അതെല്ലാം കുറയും. നമ്മുടെ കുടലൊന്ന് നീറ്റാകും. പിന്നെ അതിൻ്റെ കൂടെ നാം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത സകല വേസ്റ്റും ഒക്കെ പുറത്തു പോകാൻ അതൊരു നല്ല കാര്യമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ശരീരം നന്നാക്കാൻ വേണ്ടിയുള്ള സംവിധാനമല്ല. ആമേൻ. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ആയിരിക്കണമെന്ന് പറയാൻ വരികയാണ്. ഞാൻ പലപ്പോഴും ഉപവസിക്കുന്നത്, ചില സമയത്തൊക്കെ ഞാൻ ഉപവസിക്കുന്നത് ആരും അറിയാറില്ല, എൻ്റെ ഭാര്യയല്ലാതെ വേറെ ആരും അറിയാറില്ല. എന്നാൽ ചില ഉപവാസങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയും, ഉപവസിക്കണം, ആമേൻ, കുറച്ച് ആളുകളെ കൂട്ടിയിരുത്തി ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഉപവാസങ്ങൾ ഞാൻ നടത്താറുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ഏപ്രിൽ മാസം 8, 9, 10 തീയതികളിൽ അടൂര് മണക്കാലയ്ക്കടുത്ത് താഴത്തുമണ്ണെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ഞാനവിടെ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ. കഠിന ഉപവാസം. എൻ്റെ അമ്മയൊക്കെ കഠിന ഉപവാസം ഇരിക്കുക. അവരൊക്കെ ആ ഉപവസിച്ചതിൻ്റെ ഗുണമാണ് ദാനിയേൽ നീലഗിരി എന്ന ഒരു ശുശ്രൂഷകനെ ദൈവം പുറത്തു കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം അവൻ്റെ പുറകിലുണ്ട്, അവൻ്റെ മുൻപിലുമുണ്ട്. നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളെ വളർത്താൻ ഈ ലോകത്തിൽ ആരുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും സെറ്റപ്പ് 10 പേര് അറിയുമ്പം വേണേൽ ചിലർ വന്ന് പറയും, ദാനിയേൽ നീലഗിരിയോ, ഞങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഇത്രയും കൊണ്ടുവന്നൊക്കെ പറയാൻ ഒരുപാട് പേറ്റൻറ്റുമായിട്ട് ആളുകൾ വരുന്നത് നമുക്ക് ഒരുപക്ഷെ കണ്ടത് വരാം. ഞാൻ എൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. എന്നാൽ നിങ്ങളെ പുറകിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാനോ നിങ്ങളൊരു നല്ല ശുശ്രൂഷകനായി തീരാനോ ആരും നിങ്ങളുടെ പുറകിലുണ്ടാവില്ല. പറ്റുമെങ്കിൽ നിങ്ങളെ വലിച്ച് താഴെ ഇടാൻ പറ്റുമെന്ന് നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞാൻ അങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ അത് ചെവി കൊടുക്കാറില്ല. കാരണം എനിക്കതിനോട് നേരമില്ല, അങ്ങനെയുള്ളവർക്ക് മറുപടി പറയാൻ എനിക്കിട്ട് സമയമില്ല. എൻ്റെ ലക്ഷ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുക. ആമേൻ. അവസരങ്ങൾ ദൈവം എനിക്ക് നൽകുമ്പോൾ ആ അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ സ്തോത്രം, പലയിടങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ്. ഞാനിവിടെ വരാൻ കാര്യം അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ ഉപവാസം
എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീര്, എൻ്റെ സഹോദരി സഹോദരന്മാരുടെ കണ്ണുനീര്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലുള്ള ദൈവമക്കളുടെ ഓരോ ഉപവാസ പ്രാർത്ഥന ഇല്ലേ, നിങ്ങൾക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ആ ദൈവദാസനെ നീ ഉപയോഗിക്കണമേ. എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. സ്തോത്രം. ഇന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് ഫോണിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വാക്ക്, കർത്താവേ ദാനിയേൽ പാസ്റ്ററിനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെനിക്കുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത്, ഉപവസിക്കാതെ പ്രാർത്ഥിക്കാതെ ഒരാത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയില്ല. ഒരുപാട് പേര് ഒരു പക്ഷേ പറഞ്ഞെന്ന് വന്നേക്കാം, എന്തിനാ ഉപവസിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് പഠിപ്പിക്കലുകൾ വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ക്ലിയറായിട്ട് പറയാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആത്മതപനം കഴിച്ച് മാനസാന്തരപ്പെട്ട് ആ വഴിയിൽ നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടാനിടയായിത്തീരും. ഒരുപാട് വിമർശനത്തിലേക്കൊന്നും പോകാതെ, ആമേൻ, പരിശുദ്ധാത്മാവ് ആ വിമർശനമെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൂ. അവിടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നോക്കൂ, ഈ നിൽക്കുന്നത് ഒരു ഒലിവ് മരമാണ്. ഈ ഒലിവ് മരത്തിൽ കായ്കളുണ്ടാകും. ആ കായ്കളിൽ നിന്ന് ഒലിവ് കായ്കൾ, സ്തോത്രം, ഇത് പല സംവിധാനത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒലിവ് മരം. ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് എണ്ണ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രിയരെ, അത് ചക്കിനകത്തിട്ടിടിച്ച് പരുവത്തിലാക്കിയെടുത്താണ് അതിനെ വിശേഷമായ തൈലമാക്കി മാറ്റുന്നത്. ഇത് ഈ മരത്തെ നിന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ അതിനെ അവിടെ നിന്ന് പറിച്ചെടുത്ത് ചക്കിലിട്ടിടിച്ച് അതിനെ വിശേഷമായ ചില മറ്റ് വസ്തുക്കളും കൂടെ ചേർത്ത് തൈലക്കാരൻ്റെ വിധിപ്രകാരം തയ്യാറാക്കുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായ പ്രയോജനമുള്ള ഒരു ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. മന്ദിരത്തിൽ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് ചിലപ്പം വേദനകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങൾ ഒരുപാട് വളരുമ്പോൾ ഇല്ലേ, ഒരുപാട് കായുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾക്കൊരുപാട് ഏറ് വന്നേക്കാം. പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ആരെല്ലാം നിങ്ങളെ ബാക്കിൽ നിന്ന് സ്തോത്രം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുവെന്നല്ലാതെ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. അതേസമയം പോസിറ്റീവായിട്ട് നിങ്ങളെ ശുശ്രൂഷയിൽ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കുകൊണ്ട് നിങ്ങളെ താങ്ങുന്ന, അല്ലേ, ശിഷ്യന്മാരുടെ നാവ് എന്നാണ് ഒരു ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നൽകുന്ന, നിങ്ങളെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടായിരിക്കും, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആത്മതപനം ചെയ്യുക. ഈ ആത്മതപനം, ഇറ്റ് ഈസ് നോട്ട് ഫോർ our outer body, it is for your inner body. It will be going to be a blessings for each every one of നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലർക്കും അത് പ്രയോജനമായി. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ആരെല്ലാം പള്ളു പറഞ്ഞാലും കേട്ടോ, ക്ഷീണിച്ചു പോകരുത്, വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ തന്നത് ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല, കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി, ശക്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി നിങ്ങൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അത് ആത്മതപനം ചെയ്യണം. കഴിവിൻ്റെ പരമാവധി ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുന്നതൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാനൊരു വാക്ക് രാവിലെ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് പള്ളുകെട്ട വ്യക്തിയായിരിക്കാം, ഒരുപാട് പേര് നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതൊക്കെ ഉണ്ടാകാം. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവ്, അവിടുത്തെ പുത്രൻ രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ രാവിലെ സമയം ഈ സന്ദേശം അവരുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരട്ടെ. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കാൻ, ആത്മതപനം ചെയ്യാൻ ഇനിയുള്ള കാലം എനിക്ക് ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മുൻപോട്ട് നീങ്ങാൻ ദൈവത്തെ സഹായിക്കും. ഞാനിവരെ ഹൃദയത്തോർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, മറക്കരുത്, ഒരുപാട് പേര് നിങ്ങളെ ഇടിച്ചു താഴ്ത്താനും നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനും ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ ചില ആളുകൾ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. ചില ആളുകൾ പാസ്റ്ററെ
നിങ്ങൾ ശക്തമായ ദൈവത്തിനോട് പ്രയോജനപ്പെടും. അങ്ങനെ പറയുന്ന ആളുകളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി ബൈ ഡെയിലി കർത്താവിന് വേണ്ടി ഓടുക. സ്തോത്രം. കുറച്ച് കാലം ഇനി ഉള്ളൂ കേട്ടോ, അധികം കാലമില്ല. അതുകൊണ്ട് ആരുടെയും വാക്ക് കേട്ട് ക്ഷീണിക്കരുത്. ദാനിയേൽ നീലഗിരി രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങളൊരു സൂപ്പറാണ് കേട്ടോ. നിങ്ങളെപ്പോലെ നിങ്ങളെ ഉള്ളൂ. നിങ്ങളുടെ ശുശ്രൂഷ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ശക്തമായി പ്രയോജനപ്പെടാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.